മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്ന കുറെ ചിത്രങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറെ പ്രതീക്ഷയോടുകൂടി ആളുകൾ കാണുന്ന ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും. ആ ചിത്രത്തിന്റെ പേര് തന്നെ വളരെ മനോഹരമാണ്, തുടരും. ആ ചിത്രം അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ശോഭനയും മോഹൻലാലും ആ വിൻറ്റേജ് കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ ഏറെ സന്തോഷിപ്പിച്ച, നമ്മളെയൊക്കെ ആരാധകരാക്കി മാറ്റി ആ ചായകുടി സീനൊക്കെ ഇപ്പോഴത്തെ വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ ആ സീനുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാടോടിക്കാറ്റിലെ അപ്പോൾ ആ ഒരു ശോഭനയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതായത് ആ ചിത്രത്തിൻ്റെ ലൊക്കേഷനുകളിലൊക്കെ ഉള്ള ഒരു ഫീൽ ഭയങ്കരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തന്നത്. ഒരു ഫാമിലി എൻ്റർടൈനർ ചിത്രം എന്നുള്ള നിലയിലാണ് തരുൺമൂർത്തി ഇതിനെ വിശേഷിപ്പിച്ചത്. പക്ഷെ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചുകൊണ്ട് ഈ സിനിമ ദയവായി കാണരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു മാസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ക്രൈം ത്രില്ലറോ അങ്ങനത്തെ ഒന്നും അല്ല ഈ സിനിമ. ഒരു മനോഹരമായ ഒരു കൊച്ചു സിനിമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഛായാഗ്രാഹകനായിട്ടുള്ള ഫായിസ് സിദ്ദിഖി ഈ സിനിമയെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരു വളരെ മനോഹരമായ ഒരു ലാലേട്ടനെ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ തോന്നുന്നത്? മോഹൻലാൽ നന്നാവാൻ തീരുമാനിച്ചതിൻ്റെ ലക്ഷണങ്ങളെല്ലാം നല്ല സിനിമകൾക്ക് ഒരുപാട് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വരും വർഷങ്ങളിൽ തന്നെ മികച്ച സിനിമകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഛായാഗ്രാഹകൻ ഇപ്പൊ പറയുന്നത്, ഭ്രമരത്തിൽ എങ്ങനെയാണോ മോഹൻലാലിനെ കണ്ടത് ആ ഒരു ഫീല് ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കും എന്നാണ്. തരുൺമൂർത്തിയാണല്ലോ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. തരുൺമൂർത്തി ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന, ഞാൻ ഈ സിനിമയെ സമീപിക്കുന്നത് മോഹൻലാലിന്റെ ചിത്രം എന്ന നിലയിലേ അല്ല. ഇത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന KR സുനിൽ തിരക്കഥ എഴുതുന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുന്നു എന്നതിന്റെ പ്രത്യേകതയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാത്രമല്ല, ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂറും അല്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് M രഞ്ജിത്ത്, രജപുത്ര വിഷ്വൽ മീഡിയയുടെ M രഞ്ജിത്താണ്. അപ്പൊ ഈ ഘടകങ്ങളൊക്കെ ഇത്രയും നല്ല ചേരുവകൾക്കൊപ്പം മോഹൻലാൽ വരുന്നു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത പല സിനിമകളോ ഇത്തരം രീതിയിലുള്ള ഒരു നല്ല കോമ്പിനേഷൻ്റെ കൂടെ അദ്ദേഹം വരുന്നത് വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ചും ശോഭന ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചിത്രത്തിന്റെ ഭാഗമായി മോഹൻലാൽ എത്തുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. ഏറെ വിമർശനങ്ങൾ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട്. നല്ല സിനിമയിൽ ഭാഗമാകുന്നില്ല, നല്ല സിനിമ ചെയ്യുന്നില്ല, നല്ല കഥാപാത്രങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെയുള്ള പരിഹാരമായിട്ടാണ്, ആ പരിഹാരത്തിന്റെ തുടക്കമാണ് തുടരും എന്ന് പറയുന്നത്. ആ തുടരും പാർത്ഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു പേരാണ്. അതിലൊരു മെസ്സേജും ഉണ്ട്. തുടരും, ഞാൻ ആരംഭിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. എൻ്റെ പഴയകാലമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് മുമ്പത്തെ വർഷങ്ങൾ, ഒരുപാട് നിരാശ നൽകിയ വർഷങ്ങളൊക്കെ തീരുകയാണ്. ഇനി അങ്ങോട്ട് മറ്റൊരു രീതിയിലേക്കാണ്. 2025 ആകുന്നതോടുകൂടി മറ്റൊരു മോഹൻലാലിനെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ തുടരുമാണ്. കാരണം ജനുവരി 25-നാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതും തുടരും എന്ന പേര് വെച്ച് മോഹൻലാലിൻ്റെ പുതിയൊരു രീതിയിലുള്ള അവതരണം വരും വർഷങ്ങളിൽ ഞങ്ങൾ കൊണ്ടുതരും എന്നൊരു മെസ്സേജാണ് ഈ തുടരും നൽകുന്നത്. തീർച്ചയായിട്ടും ശോഭന ഇതിൽ വരുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പാണ് ശോഭനയുടെ കൂടെ അഭിനയിച്ചത്. അപ്പം എന്തായാലും വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അത് ഗൗതം ഇത് പറഞ്ഞ സമയത്താണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്റ്റേജ് ഷോയിലല്ല, ഒരു അവാർഡ് നൈറ്റിൽ ശോഭന മോഹൻലാൽ കോമ്പിനേഷനെ പറ്റി വാദോരാതെ സംസാരിച്ചപ്പോൾ ലാലേട്ടൻ ചോദിച്ചിരുന്നു, വിളിച്ചാൽ വരില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ശോഭന പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വിളിച്ചില്ലല്ലോ, എന്നെ വിളിക്കുന്നില്ലല്ലോ എന്നൊരു പരാതി പോലെ തന്നെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ലാലേട്ടൻ അന്ന് പറഞ്ഞത് ഗൗരവത്തിലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം പുള്ളി ഒന്നും കാണാതെ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ലാലേട്ടനുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവർ അഭിനയിച്ച സിനിമകളെല്ലാം, ഏകദേശ സിനിമകളെല്ലാം ഹിറ്റ് സിനിമകളാണ്. അപ്പോൾ ആ ഒരു കെമിസ്ട്രിയിൽ, ഒരു ഹിറ്റ് കോമ്പിനേഷനിൽ ഒരു സിനിമ വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ ആരാധകരല്ലാത്ത ആളുകളെ പോലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഗൗതം പറഞ്ഞതുപോലെ അദ്ദേഹം തിരഞ്ഞെടുത്ത കുറേ സിനിമകളുണ്ടായിരുന്നു. ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ തുടർച്ചയായി ആറാട്ട് പോലെ, മോൺസ്റ്റർ പോലെയൊക്കെയുള്ള ചില സിനിമകൾ വന്നിരുന്നു. അതൊക്കെ വൻ പരാജയമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു, അതായത് ഒരു കോക്കസിന്റെ പിടിയിലാണ് മോഹൻലാൽ എന്നുള്ള, ആ കോക്കസാണ് മോഹൻലാലിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നിലവാരമില്ലാത്ത കോക്കസിന്റെ കൂടെ ആയതുകൊണ്ട് നല്ല സിനിമകളൊന്നും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന വിമർശനം. അതുകൊണ്ട് തന്നെ പുതിയ ചുവടുമാറ്റം യുവാക്കൾക്കൊപ്പം ഇപ്പം നമ്മുടെ ആവേശം സംവിധാനം ചെയ്ത ജിത്തു മാധവിന്റെ കൂടെ അടുത്ത സിനിമ മോഹൻലാൽ ചെയ്യുന്നു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പം യുവാക്കളെ പിടിക്കുക, യുവാക്കൾക്കൊപ്പമായിരിക്കും ഇനി എൻ്റെ സഞ്ചാരം, അതിന്റെ തുടരുമാണ് ജനുവരി 25 തുടരും സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യനന്ദിക്കാടിന്റെ സിനിമയാണ്. സത്യനന്ദിക്കാടിന്റെ സിനിമ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുമിച്ചപ്പോഴൊക്കെ നല്ല സിനിമകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടേ അത് സംഭവിക്കാറുള്ളൂ, പക്ഷെ നല്ല സിനിമകളാണ് കിട്ടാറുള്ളത്. അതും ഒരു മനോഹരമായ സിനിമയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നാടിൻ്റെ ഭംഗി എത്രമേൽ ആവാഹിച്ചെടുക്കാൻ കഴിയുമോ സത്യനന്ദിക്കാട് അതെന്നും ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പം ആ ബ്യൂട്ടിഫുൾ, ആ ഒരു ഗ്രാമത്തിൻ്റെ മനോഹാരിതയിൽ ഉള്ള മോഹൻലാലും ആ ലാലിസം, ആ ലാലിനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിക്കാൻ ഈ സത്യനന്ദിക്കാടിന് കഴിയാറുണ്ട്. ഡയറക്ടർ വേണു സത്യനന്ദിക്കാടിന്റെ പല സിനിമകളിലും മോഹൻലാൽ അഭിനയിച്ച സിനിമകളിൽ തന്നെ ഛായാഗ്രാഹണം ചെയ്ത ആളാണ് ഡയറക്ടർ വേണു. കാർബണൊക്കെ സംവിധാനം ചെയ്ത പത്മരാജന്റെ കൂടെ സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള വേണു. അപ്പൊ വേണു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പുള്ളിന്റെ ആദ്യ സംവിധാനം കാർബൺ ആണെന്ന് തോന്നുന്നു, അതിൽ ഫഹദ് ഫാസിലാണ് നായകൻ. എനിക്ക് എന്തുകൊണ്ടും വളരെ വലിയ ഇഷ്ടമാണ് മോഹൻലാലിനെ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്, മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാന്നുള്ളത്. പക്ഷെ അത് നടക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം നിരാശ പങ്കുവെക്കുകയാണ്. അത് നടക്കുമോ എന്നെനിക്ക് അറിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ചില ആളുകളുടെ പിടിയിലാണ്. അദ്ദേഹത്തിന്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു കഥ, ഒരു തിരക്കഥ ഒന്നും ഒരുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇനി മോഹൻലാലിനെ വെച്ചിട്ട് സിനിമകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നെനിക്ക് പ്രതീക്ഷ എനിക്ക് തീരെ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ആ രീതിയിൽ പലപ്പോഴും മോഹൻലാലിനെ അപ്രോച്ചബിൾ അല്ലാത്ത അവസ്ഥയിൽ പല നല്ല സംവിധായകർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മോൺസ്റ്റർ പോലുള്ള, ആറാട്ട് പോലുള്ള ബി ഉണ്ണികൃഷ്ണന്റെ സിനിമയാണ്. അല്ല, എനിക്കതിൽ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്, മോൺസ്റ്റർ വിട്ടേക്കാം, കാരണം മോൺസ്റ്റർ സംവിധാനം ചെയ്തത് വൈശാഖാണ്. വൈശാഖ് ലാലേട്ടന്റെ കരിയറിലെ മലയാളത്തിന്റെ കരിയറിൽ തന്നെ ആദ്യത്തെ 100 കോടി സിനിമ സമ്മാനിച്ച ഒരു മനുഷ്യനാണ് വൈശാഖ്. ആ വൈശാഖിനൊപ്പം മോൺസ്റ്റർ കരാർ ഒപ്പിട്ട് പോയതിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റമൊന്നും പറയുന്നില്ല, ഒരു പ്രതീക്ഷയുണ്ടാവാം. പക്ഷേ ബി ഉണ്ണികൃഷ്ണനെ പോലൊരു ആളോടൊപ്പം ആറാട്ട് പോലൊരു സിനിമയ്ക്ക് അദ്ദേഹം ഡേറ്റ് കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അദ്ദേഹം അവിടെയും പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ പിണക്കാൻ ഭയങ്കര മടിയാണ്, ഞാൻ പെട്ടുപോകുന്നതാണ് എന്ന തരത്തിൽ തന്നെ അദ്ദേഹം സംസാരിച്ചു. പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ എത്ര വലിയ സുഹൃത്താണെങ്കിൽ പോലും ആ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിൽ ഒരു പൊട്ട സിനിമയിൽ പോയി അഭിനയിക്കരുത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ ഇപ്പം ഗൗതം എന്നോട് വന്നു, ഞാനൊരു നടനാണ്, ഗൗതം ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഏറ്റവും വളരെ എനിക്ക് ജീവിതത്തിൽ അത്രയും സഹായം ചെയ്തൊരു സുഹൃത്താണ്. ഗൗതം എന്നോട് വന്നൊരു കഥ പറയുകയാണ്, ഇങ്ങനൊരു കഥയുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഗൗതമിനോട് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതൊരു മോശം സിനിമയാണ് എന്ന് വിചാരിച്ചാൽ പോലും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൗതം എന്നോട് എന്തെങ്കിലും തരത്തിൽ പിണങ്ങുമോ എന്നൊരു പ്രശ്നം എനിക്ക് വരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡേറ്റ് തരേണ്ടി വരുന്നു. ആ സിനിമ പൊട്ടിപ്പോകുന്നു. അടുത്ത ഒരു കഥയുമായി ഗൗതം വരുന്നു, അതൊരു ആവറേജ് വിജയമാവുന്നു. അതിനടുത്ത സിനിമ വേറൊരു കഥയുമായി ഗൗതം വരുന്നു, അതൊരു വീണ്ടും ഒരു പൊട്ട സിനിമയാവുന്നു. അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് ലാലേട്ടൻ പോയിരുന്നു. പക്ഷേ ഇനി മുതൽ മോഹൻലാൽ അത് തിരുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ പറയുന്ന പോലെ തരുൺ മൂർത്തിയായിട്ടുള്ള സിനിമ, ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്ത ബറോസ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് 25-നാണ്. അതിനുശേഷം എമ്പുരാൻ വരുന്നുണ്ട്, പിന്നെ ഒരുപാട് വൃഷഭ പോലുള്ള സിനിമകൾ വരുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന കാർബണിന്റെ സംവിധായകൻ വേണുവിന് ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ആ പരാതികൾ ലാലേട്ടൻ പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു മനോഹരമായ ലാലേട്ടനെ കാണാൻ സാധിക്കും. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ അദ്ദേഹത്തിന്റെ ചുവടുമാറ്റത്തിന്റെ ഒരു സൂചന നൽകിയൊരു സിനിമയാണ്. ഞാൻ കണ്ട സിനിമയാണ്. അത് എനിക്ക് വളരെയധികം രീതിയിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ബോക്സ് ഓഫീസിലൊക്കെ പരാജയമായിരുന്നു. ക്രിട്ടിക്കൽ അക്ലെയിം ഒക്കെ വലിയ രീതിയിൽ ലഭിച്ചൊരു സിനിമയാണ്. ഇതിനോട് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആളുകൾ ഈ സിനിമയെ കണ്ടത്. പ്രത്യേകിച്ചും ലിജോ ജോസ് പൊല്ലിശ്ശേരി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച നിലവിലെ സംവിധായകനായിട്ട് അറിയപ്പെടുന്ന ലിജോന്റെ കൂടെ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ആ സിനിമ പരാജയപ്പെട്ടു. അപ്പം ലിജോനോട് കഴിഞ്ഞ ദിവസം ചില മാധ്യമ പ്രവർത്തകർ ഒരു അഭിമുഖം നൽകിയപ്പം ചോദിക്കുകയുണ്ടായി, സങ്കടം ഉണ്ടായിരുന്നോ ആ ഒരു പരാജയത്തിലിരുന്ന്. അപ്പം ലിജോ പറഞ്ഞത്, എനിക്ക് വെറും 3 ആഴ്ചകളാണ് ആ സിനിമയുടെ പരാജയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായിരുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം പ്രധാനപ്പെട്ടുള്ളൊരു കാരണം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുക എന്നതല്ല ഒരു സംവിധായകന്റെ ജോലി.
മറിച്ച് പ്രേക്ഷകരുടെ അഭിരുചികളെ മാറ്റിമറിക്കുവാൻ സംവിധായകന് കഴിയണം. അവരുടെ ചലച്ചിത്രാസ്വാദന നിലവാരത്തെ ഉയർത്താൻ കഴിയണം. അതാണ് എൻ്റെ ശൈലി. സംവിധാനം എന്നാൽ സിനിമ നിർമ്മിക്കുക എന്നത് മാത്രമല്ല, എന്തു കാണണമെന്ന പ്രേക്ഷകരുടെ ചിന്തകളെ സ്വാധീനിക്കുന്നത് കൂടെയാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംവിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മോഹൻലാൽ എന്ന് പറയുന്ന എല്ലാ നല്ല നടന്മാർക്കും, ലോകത്ത് എവിടെയൊക്കെ നല്ല നടന്മാർക്കുണ്ട്, ആ നല്ല നടന്മാർക്കൊക്കെ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് കുറച്ചധികം കാലങ്ങളായിട്ട് മോഹൻലാലിനും സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്രേക്ഷകരുടെ അതായത് ഈ ഫാൻസ് ഉണ്ടല്ലോ, സോ കോൾഡ് ഫാൻസ്, ഈ ഫാൻസിൻ്റെ വെറും നിലവാരത്തിലേക്ക് മോഹൻലാൽ താഴ്ന്നുപോയി എന്നുള്ള ഒരു വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കുറച്ച് കാലങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ല സിനിമകളൊന്നും അധികം ഉണ്ടാവാതിരുന്നത്. ഇവിടെ ഈ ഭ്രമരം പോലുള്ള സിനിമകൾ 100 കോടി ക്ലബ്ബ് കയറിയില്ല. അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ചില അദ്ദേഹം ഭയങ്കരമായിട്ട് അഭിനയ പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ ചെയ്തായിരുന്നു. ഇതൊന്നും 100 കോടി ക്ലബ്ബ് കയറിയിരുന്നില്ല. അപ്പം കുറച്ച് കാലങ്ങളായിട്ട് 100 കോടി ക്ലബ്ബ് 200 കോടി ക്ലബ്ബ് കയറുക എന്നതാണ് നിലവാരമുള്ള നല്ല സിനിമകളുടെ ഒരു ഇതാണ് നല്ല സിനിമ എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അദ്ദേഹം അതിൻ്റെ അനുസരിച്ചിട്ട് ചുവടുമാറ്റം നടത്തിയായിരുന്നു. ഈ വാനപ്രസ്ഥം പോലുള്ള സിനിമ എന്താണ് ഫ്രഞ്ച് പ്രൊഡക്ഷനാണ്, മോഹൻലാലും കൂടി ചേർന്ന് നിർമ്മിച്ചൊരു സിനിമയാണ്. അതിന് വലിയ രീതിയിലുള്ള വരുമാനം അല്ലെങ്കിൽ കൂടിയതും നഷ്ടമായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയെങ്കിലും, മികച്ച ആക്ടറിന് നാഷണൽ അവാർഡ് കിട്ടിയെങ്കിലും ഒരു പരാജയപ്പെട്ട സിനിമയായിരുന്നു. അപ്പോൾ ഇത്തരം സിനിമകളൊക്കെ പരാജയപ്പെടുന്നുണ്ട്. ഈ പരാജയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അധികം പ്രേക്ഷകർ ഇതൊന്നും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ പോലുള്ള നടന്മാർക്ക് ചുവടുമാറ്റം, അതായത് പൈസ വേണം, ജീവിക്കണമല്ലോ, പൈസ എന്തായാലും വേണം. അപ്പം മാസ് ചെയ്യാം, മുണ്ട് പിരി മാത്രം അടക്കാം, അല്പം നിലവാരം കുറഞ്ഞാലും കുഴപ്പമില്ല, സോ കോൾഡ് ആയിട്ടുള്ള അധികം ഇതൊന്നും ഇല്ലാത്ത പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വഴിപ്പെട്ടു പോയി എന്ന് പറയുന്നത്. പക്ഷെ ചില കലാകാരന്മാരുണ്ട്, ഞാൻ ഇത്തരം മൂല്യമുള്ള സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ, അതായത് പൈസ വേണം, പക്ഷെ പൈസക്കുപരി നിലവാരത്തിനും കലയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പറഞ്ഞിട്ട് സിനിമകൾ മാത്രം സെലക്ട് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് നടന്മാരുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ ഇനി വരും ഭാവിയിൽ നല്ല സിനിമകൾ മാത്രം ചൂസ് ചെയ്ത് തനിക്ക് അഭിനയ പ്രാധാന്യമുള്ള കഥകൾ മാത്രം തിരഞ്ഞെടുക്കുമോ മോഹൻലാൽ, അതോ മാർക്കറ്റിൻ്റെ 100 കോടിയും 200 കോടിയും ലക്ഷ്യം വെച്ച് മാത്രം തൻ്റെ അഭിനയ സിദ്ധിയെ ഉപയോഗിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. തീർച്ചയായും.